നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന പട്ടാമ്പി മണ്ഡലത്തിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ആണ് വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ ആരംഭിച്ചത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പട്ടാമ്പി മണ്ഡലത്തിലും രാവിലെ 7 മണിയോടെ തന്നെ പോളിംഗ് ആരംഭിച്ചു. കനത്ത പോളിംഗ് ആണ് പട്ടാമ്പി മണ്ഡലത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ പോളിംഗുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ പലയിടങ്ങളിലും പോളിംഗ് തുടങ്ങുവാൻ അല്പസമയം വൈകി. യന്ത്ര തകരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായ പ്രശ്നങ്ങളും പട്ടാമ്പി മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 162 പോളിംഗ് ബൂത്തുകളാണ് പട്ടാമ്പി മണ്ഡലത്തിൽ സജ്ജമാക്കിയിരുന്നത്. മിക്ക ബൂത്തുകളിലും രാവിലെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വോട്ടർമാരുടെ നീണ്ട നിര പല ബൂത്തുകൾക്ക് മുന്നിൽ പ്രകടമായിരുന്നു. രാവിലെ 6:30 മണിയോടെ തന്നെ ബൂത്തിലേക്ക് എത്തുന്ന വോട്ടർമാരെയും പലയിടത്തും കാണാനായി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെയും വലിയ നിരയാണ് മിക്ക ബൂത്തുകളിലും കാണാനായത്. പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് സ്കൂളിലെ ബൂത്തിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. 1 മണിക്കൂറിലേറെ സമയം ക്യൂ നിന്നായിരുന്നു മുഹമ്മദ് മൂസിൻ MLAയും വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ മികച്ച പോളിംഗ് ശതമാനമാണ് മണ്ഡലത്തിലെ പല ബൂത്തുകളിലും രേഖപ്പെടുത്തിയത്. പട്ടാമ്പി മണ്ഡലത്തിൽ 2 ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത്. പട്ടാമ്പി മണ്ഡലത്തിൽ പ്രശ്നബാധ ബൂത്തുകളൊന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല. പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഇത്തവണ ഒരുക്കിയിരുന്നു. വോട്ടർമാർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ബൂത്തുകളിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ ബൂത്തുകളിലും തിരഞ്ഞെടുപ്പ് പ്രകൃതി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഹരിതചട്ടം പാലിച്ചാണ് സജ്ജമാക്കിയിരുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന നിരോധിത വസ്തുക്കൾ പോളിംഗ് ബൂത്തിൽ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. വോട്ടർമാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള സംവിധാനങ്ങളും ബൂത്തുകളിൽ സജ്ജീകരിച്ചിരുന്നു. മെഡിക്കൽ ഓഫീസിന്റെ വൈദ്യസഹായവും ബൂത്തുകളിൽ ലഭ്യമായിരുന്നു. പട്ടാമ്പി, കൊപ്പം, വെല്ലപ്പുഴ, വിളയൂർ, തിരുവേഗപ്പുറ, ഓങ്ങല്ലൂർ, മുതുതല പ്രദേശങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ വലിയ തിരക്കാണ് രാവിലെ അനുഭവപ്പെട്ടത്. ഏറെക്കുറെ സമാധാനപരമായാണ് പോളിംഗ് പട്ടാമ്പി മണ്ഡലത്തിൽ നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF തരംഗമുണ്ടാകുമെന്ന് മുഹമ്മദ് മൂസിൻ MLA. ഓങ്ങല്ലൂരിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് മൂസിൻ. തീർച്ചയായിട്ടും ഒരു ഇടത് തരംഗം തന്നെ കേരളത്തിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥവും ആയിട്ടുള്ള ബദല്, വിശ്വസിക്കാവുന്ന ബദല് ഇടതുപക്ഷമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നതിൽ സംശയമില്ല. പാലക്കാടും സഖാവ് A. വിജയരാഘവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. രാജ്യത്ത് ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുള്ള BJP സർക്കാർ താഴെ വീഴും എന്ന പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആലത്തൂരിലെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു വെമ്പലൂർ വടക്കുഭാഗം SNK UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ ആലത്തൂരിൽ NDA മികച്ച നേട്ടം സ്വന്തമാക്കുമെന്നും അവർ പറഞ്ഞു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 65 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. രാവിലെ 8 മണിയോടെയാണ് രമ്യ ഹരിദാസ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. മണ്ഡലത്തിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടയിൽ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. ബൂത്തുകൾക്ക് മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുതിയ വോട്ടർമാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. ഇതെല്ലാം UDFന്റെ വിജയത്തിന് അനുകൂലമാണെന്നും വോട്ടർമാർ വലിയ ആവേശത്തിലാണെന്നും തന്നെ സ്വീകരിക്കുന്നതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. നമ്മുടെ ബൂത്തുകളിലെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ സജീവമായിട്ട് എല്ലാ ബൂത്തുകളിലും വലിയ നീണ്ട ക്യൂ ആണ്. അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ ഉള്ളതാണ് എന്നുള്ളത് തന്നെയാണ്. വലിയ പ്രതീക്ഷയിലാണ് മുന്നണിയും പ്രവർത്തകരും എല്ലാവരും. കാരണം വളരെയധികം പോസിറ്റീവായിട്ടാണ്. കാരണം ഇന്ന് വരെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടിയ പ്രാർത്ഥനയും പിന്തുണയും അത് അതേ ലെവലിൽ ഒരു ലെവലേശം പോലും കുറയാതെ കാലത്ത് നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എല്ലാ ആളുകളും എത്തിച്ചേരുന്നു. കൂടുതലും അമ്മമാരും ഉമ്മമാരും സഹോദരിമാരുമാണ് കാലത്തെ നേരത്തെ ബൂത്തുകളിൽ എത്തിയിട്ടുള്ളത്. കാരണം അവർ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പുതിയ വോട്ടർമാര്, കന്നി വോട്ടർമാര് ഒത്തിരി അധികം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വനിതകളുടെ, എല്ലായിടത്തും വനിതകളുടെ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പം അതിൻ്റെതായിരിക്കുന്ന ഒരു മുൻതൂക്കം ആലത്തൂർ പാർലമെന്റിനകത്തുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം,
വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. 63-ാം വയസ്സിൽ വല്ലപ്പുഴ സ്വദേശി ഹംസയ്ക്ക് കന്നിവോട്ട്. ചെറുകോട് LP സ്കൂളിലെ ബൂത്തിലെത്തിയായിരുന്നു ഹംസ കന്നിവോട്ട് വിനിയോഗിച്ചത്. ആദ്യമായി വോട്ട് ചെയ്തതിന്റെ സന്തോഷവും ഹംസ മറച്ചുവെച്ചില്ല. 19-ാം വയസ്സിൽ വിദേശത്തേക്ക് പോയ വല്ലപ്പുഴ ചെറുകോട് വേളൂര് ഹംസയ്ക്ക് ഇന്ന് പ്രായം 63 2 വർഷം മുമ്പാണ് വിദേശത്തു നിന്നുമെത്തി നാട്ടിൽ സ്ഥിരതാമസം തുടങ്ങിയത്. വിദേശത്ത് നിന്ന് അവധിയിൽ വരുമ്പോഴെല്ലാം നാട്ടിൽ പൊതുതെരഞ്ഞെടുപ്പ് ഉണ്ടാകാറില്ല. വോട്ടർ പട്ടികയിൽ പേരും ചേർത്തിയിരുന്നില്ല. അടുത്തിടെയാണ് വോട്ടർ പട്ടികയിൽ പേർ ചേർത്തത്. ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിൽ ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ കന്നിവോട്ട് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ 63-കാരൻ. നാട്ടിലുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, നല്ല അഭിപ്രായമാണ്. ആ സമയത്തൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് വോട്ട് ചെയ്തു. റാഹത്തായി. ഇനി ഞാൻ മുന്നോട്ട് പോട്ടെ. രാവിലെ 8 മണിക്ക് ചെറുകോട് ഗവൺമെന്റ് LP സ്കൂളിലെ 148-ാം ബൂത്തിലെത്തിയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. പൊന്നാനി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് C നിവേദിത ഗുരുവായൂർ GUP സ്കൂളിലെ 109-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിയോടെ 3 മക്കളോടൊപ്പമാണ് ഇവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. തിരക്ക് കാരണം 1 മണിക്കൂറോളം വരി നിന്നാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. തുടർന്ന് പൊന്നാനി മണ്ഡലത്തിലെ ബൂത്തുകളിലും സന്ദർശനം നടത്തി. പോളിംഗ് ബൂത്ത് 109-ാം ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വന്നു. എന്റെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് പോലെ എല്ലാവരും അത് ഉപയോഗിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിനുശേഷം ഞാൻ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വിവിധങ്ങളായിട്ടുള്ള ബൂത്തുകളിലേക്ക് സന്ദർശനം ഉണ്ടായിരിക്കും. ഇന്നത്തെ പര്യടനം ആ രീതിയിലാണ് വിചാരിക്കുന്നത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിലെ 55-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതമായി എത്തിയ റഫീഖ് അഹമ്മദ് 1.5 മണിക്കൂറോളം വരി നിന്നതിനു ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഭാവിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനമാകുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും വളരെ ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ കാത്തിരിക്കുന്നതെന്നും റഫീഖ് അഹമ്മദ് CCTVയോട് പറഞ്ഞു. ചില ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറേ സമയം കാത്തുനിന്നിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റിയത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ തെരഞ്ഞെടുപ്പുകൾ വേണോ വേണ്ടയോ എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ ഇതിനെ വിചാരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് വളരെ ആശങ്കയോടു കൂടിയിട്ടും ഉത്കണ്ഠയോടു കൂടിയും കാത്തിരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ വരണം എന്നാണ് തന്റെ ആഗ്രഹമെന്ന് കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് കരിക്കാട് സ്കൂളിലെ 31-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം CCTVയോട് സംസാരിക്കുകയായിരുന്നു ഹരിനാരായണൻ. സമ്മതിദാനം നിർവഹിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. അത് ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി എൻ്റെ സമ്മതിദാനം നിർവഹിക്കുന്നു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.